സംസ്ഥാനത്ത് വീണ്ടും ചോദ്യപേപ്പർ ചോർന്നതായിട്ടുള്ള ആരോപണം കടുപ്പിക്കുകയാണ് KSU. 10ാം ക്ലാസിന്റെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്നാണ് ആരോപണം. 40ൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും MS സൊല്യൂഷൻ എന്ന സ്വകാര്യ ട്യൂഷൻ സെന്റർ നേരത്തെ തന്നെ ആ ചോദ്യങ്ങൾ പ്രവചിച്ചിരുന്നു. അത് MS സൊല്യൂഷന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്ക് കൃത്യമായി തന്നെ ആ ചോദ്യങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ള ആരോപണമാണ് KSU ഉന്നയിക്കുന്നത്. MS സൊല്യൂഷൻസിന്റെ ഡയറക്ടർ ഷുഹൈബിന് കോഴിക്കോട് ജില്ലയിലെ ഉന്നതരായിട്ടുള്ള CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. നേരത്തെ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം ഉയർന്നപ്പോൾ ഈ യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം വീണ്ടും ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കെമിസ്ട്രി ചോദ്യപേപ്പർ വിശകലനം എന്ന പേരിൽ മുൻകൂട്ടി തന്നെ 40ൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും നേരത്തെ തന്നെ MS സൊല്യൂഷൻ എന്ന സ്വകാര്യ ട്യൂഷൻ സെന്റർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്ക് നേരത്തെ തന്നെ നൽകിയത് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ KSUവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉന്നയിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള KSUവിന്റെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്നും KSU നേതാവ് സൂചിപ്പിക്കുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിന ചേരുന്നു. അഭിന, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രക്ഷോഭം, സമരം, പോലീസ് നടപടികളൊക്കെ ഉണ്ടായി. എന്നിട്ടും ഇന്നും കെമിസ്ട്രി ചോദ്യപേപ്പർ ചോർന്നതായിട്ടുള്ള ആരോപണം വരുന്നു. എന്താണ് ഇതിന്? MS സൊല്യൂഷൻസ് നേരത്തെ തന്നെ ഈ ചോദ്യപേപ്പർ വിശകലനം ചെയ്തുകൊണ്ട് ഇട്ട ഒരു സന്ദേശമാണോ, അതോ കൃത്യമായി തന്നെ ചോദ്യങ്ങൾ തന്നെ ഈ 40ൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും അവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകിയിരുന്നോ? തീർച്ചയായും ലിബീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേരാനായി ഇന്നലെ തന്നെ ഈ MS സൊല്യൂഷൻ ലൈവിൽ വന്നിരുന്നു. അത് തികച്ചും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് MS സൊല്യൂഷൻ തിരിച്ചെത്തിയത് എന്നുള്ളത് തന്നെയാണ് ഈ പറയേണ്ടിയിരിക്കുന്നത്. അത് കൂടാണ്ട് തന്നെ ഇന്ന് KSU ശക്തമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര വകുപ്പിനെയും അടക്കം വലിയ രീതിയിൽ ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് തന്നെയാണ്. കാരണം ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ MS സൊല്യൂഷൻ അത്രയും ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും ഒരു പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നത്. ഈ പ്രഡിക്ഷനിൽ 40ൽ 32 ചോദ്യങ്ങളും ഇവർ പ്രഡിക്റ്റ് ചെയ്ത അതേ വിഷയം തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് KSU ജില്ലാ പ്രസിഡന്റായിട്ടുള്ള VT സൂരജ് അടക്കം പറയുന്നത്. ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപത്തേക്കാൾ സ്റ്റൈൽ മാറ്റി പിടിച്ചുകൊണ്ടാണ് ഇത്തവണ MS സൊല്യൂഷൻ വിദ്യാർത്ഥികൾക്ക് ഈ ചോദ്യപേപ്പറുകളെല്ലാം പറഞ്ഞു നൽകിയത് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇതിൽ പറയുന്നത് പ്രസക്തമായ പാഠഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ 2-3 ചോദ്യങ്ങൾ മാത്രമാണ് കൃത്യമായ രീതിയിൽ വന്നിട്ടുള്ളത് എന്നാണ് KSU അടക്കം ഈ ഒരു വിഷയത്തിൽ പറയുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനെയും ഈ KSU വലിയ രീതിയിലൊരു ആരോപണം തന്നെയാണ് ഇവർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബീഷ്, ചോദ്യപേപ്പർ ചോർച്ച ആരോപണം കൂടുതൽ ഗുരുതരമാവുകയാണ്. കെമിസ്ട്രി ചോദ്യപേപ്പർ, അതായത് 10ാം ക്ലാസിന്റെ കെമിസ്ട്രി ചോദ്യപേപ്പറും ചോർന്നുവെന്ന ആരോപണവുമായി KSU രംഗത്തെത്തിയിരിക്കുന്നു. 40ൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും നേരത്തെ ആരോപണ മുന്നിലായ MS സൊല്യൂഷൻ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേർന്നവർക്ക് നൽകി എന്നുള്ള ആരോപണമാണ് KSU ഉന്നയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് അഭിന.